വേദനയ്ക്ക് ഒരു ശമനവുമില്ലല്ലോ. ഇതിപ്പോ 2 ആഴ്ചയായല്ലോ മരുന്ന് കഴിച്ചിട്ട്. കുറഞ്ഞില്ലെങ്കിൽ ചെല്ലാനല്ലേ ഡോക്ടർ പറഞ്ഞത്? വരൂ അമ്മേ. ഒരു കാര്യം ചെയ്യാം. ഒരു സംശയമാണ്. മാമോഗ്രാം ചെയ്തിട്ട് വരും. അമ്മേ, ഡോക്ടർ എന്ത് പറഞ്ഞു? മാമോഗ്രാം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അയ്യോ അമ്മേ, മാമോഗ്രാമോ? അമ്മേ, അമ്മയ്ക്ക് എന്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? മാമോഗ്രാം എന്തിനു വേണ്ടിയാ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഞാൻ മാഗസീനിൽ വായിച്ചിട്ടുണ്ട്, മാമോഗ്രാം ക്യാൻസർ പരിശോധനയ്ക്കുള്ളതല്ലേ. കരയാതിരിക്കും മോളെ. ഡോക്ടർ ഒരു സംശയം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അടുത്ത പേഷ്യൻ്റ് ആരാ? ഓക്കെ, അമ്മ വരൂ. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. അമ്മയൊന്ന് പുറത്തിരിക്കും. ഞാൻ പറയുന്ന കാര്യം സംയമനത്തോടെ കേൾക്കണം. റിസൾട്ട് പോസിറ്റീവാണ്. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. നമുക്ക് എത്രയും വേഗം ചികിത്സ ആരംഭിക്കാം. ശരി ഡോക്ടർ. ഡോക്ടർ, ഈ ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദമാകുമോ? അസുഖത്തിൻ്റെ വ്യാപനം എത്രത്തോളമാണെന്ന് നോക്കട്ടെ, പറയാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ലീവ് കഴിഞ്ഞ് എത്തിയോ? ഡോക്ടർ, ആ അമ്മയുടെ കാര്യം എന്തായി? ഇവിടുത്തെ അമ്മയുടെ അസുഖം ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. നെഞ്ചിൽ വേദന തുടങ്ങിയ നാൾ സ്വയം ചികിത്സിച്ചു, വൈദ്യരെ കാണിച്ചു, സമയം വളർത്തി. ക്യാൻസർ മനുഷ്യരെ കാർന്നു തിന്നുന്ന മാരകമായ അസുഖമാണ്. ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഈ അസുഖം വേരോടെ പിഴുതെറിയാൻ കഴിയും. ഇവിടുത്തെ അമ്മ ക്യാൻസറിനെ നേരിട്ടു. 2 ബ്രസ്റ്റും നീക്കം ചെയ്തു. കീമോതെറാപ്പിയും റേഡിയേഷനും മുറയ്ക്കു നടന്നു. പക്ഷേ ഒന്നിനും ആ അമ്മയെ രക്ഷിക്കാനായില്ല. അവസാനം ക്യാൻസർ എല്ലാ അവയവങ്ങളിലേക്കും ബാധിച്ച് മഞ്ഞപ്പിത്തം പിടിപെട്ട് ആ അമ്മ ദയനീയമായി മരണത്തിന് കീഴടങ്ങി. ഒരു കാര്യം എല്ലാവരും തിരിച്ചറിയണം, കേടുബാധിച്ച അവയവം മുറിച്ചു മാറ്റാം. പക്ഷേ നമ്മുടെ മനസ്സിന് കേടുബാധിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു മകനും മകളുമാണ് ഉണ്ടായിരുന്നത്. പഠിത്തത്തിൽ അതിസമർത്ഥനും സൽസ്വഭാവിയുമായിരുന്ന മകനെക്കുറിച്ച് അമ്മ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ MSc ഫസ്റ്റ് ഇയർ മാത്സ് മെയിൻ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന മകൻ്റെ അകാല ചലനം അമ്മയെ മാനസികമായി തളർന്നു. ആ അമ്മ സ്വയം ഒരുക്കി ജീവിതം തള്ളി നീക്കുകയായിരുന്നു. അഗാധമായി മനസ്സിന് കേടുബാധിച്ച അമ്മയുടെ സെല്ലുകൾക്ക് രൂപാന്തരമുണ്ടായി. നമ്മുടെ മനസ്സിന് ഏതെങ്കിലും തരത്തിൽ മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാത്ത മുറിവാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് ശരീരത്തെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടറെ കാണുക. അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ഈ ലോകത്ത് നമ്മുടെ കരുതലും പ്രതിരോധ ശേഷിയും
തുടച്ചു നീക്കാൻ സാധിക്കും. ചികിത്സ വൈകും തോറും പുനരുജ്ജീവനം പ്രയാസമാണ്. ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യം വളരെ വിലപ്പെട്ട ഒന്നാണ്. ഭക്ഷണക്രമവും വ്യായാമവും നന്നായി പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ നമ്മുടെ ശരീരവും മനസ്സും നന്നായി സൂക്ഷിച്ചാൽ മാത്രമേ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കൂ.